ആരെയും വില കുറച്ച് കാണരുത്. ആരെയും വില കുറച്ച് കാണാതെ എല്ലാവരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാൻ, പ്രത്യേകിച്ച് വചനം പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം 2:5, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിത്തീരട്ടെ. രണ്ടാമത്തെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ക്രിസ്തുമസ് കേവലം ഒരു ആഘോഷമല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനുള്ള സന്തോഷം അനുഭവിക്കലാണ്. ക്രിസ്മസ് കേവലം ഒരു ആഘോഷമല്ല. നമുക്ക് നോക്കാം, ക്രിസ്മസിന് സ്റ്റാർ ഇടുന്നുണ്ട് അല്ലെ? 1-ാം തീയതി ആകുമ്പോൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും സ്റ്റാർ ഇട്ടു, ഈ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തു, നമ്മൾക്ക് എല്ലാ ഡെക്കറേഷൻ ഉണ്ട്. ഒരു ആഘോഷം മാത്രമല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനെ അനുഭവിക്കലായി മാറണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ചാൾസ് ഫുൾക്കോഡ് എന്ന് പറയുന്ന വിശുദ്ധൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: പുരമുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നത് നിങ്ങളുടെ വിളിയുടെ ഭാഗമാണ്. എന്നാൽ അത് വാക്കുകൾ കൊണ്ടല്ല ജീവിക്കേണ്ടത്, ജീവിത വഴിയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വചനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ജീവിതം കൊണ്ട്. ഇത് ഞാൻ എന്നോട് പറയുന്നൊരു വാക്കാണ്. ഞാനത് തുടക്കത്തിൽ പറയണമെന്ന് ഓർത്തു. ഈ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ മുമ്പിൽ ഒരു വാളായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും സങ്കടവും ടെൻഷനും എന്താണെന്നറിയാമോ? ഇത് പറയുമ്പോൾ ചങ്കിനകത്ത് കുത്തും. നിങ്ങൾക്ക് മുറിപ്പെടുന്നതിനേക്കാൾ വേദനയോടെ മുറിപ്പെടുന്നത് എനിക്കാണ്. ഞാൻ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഓർക്കണം, ഇതാ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ നാളെ കാണുമ്പോൾ തൊട്ടപ്പുറയാണ് ഞാൻ താമസിക്കുന്നത് ഇല്ലേ? എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മതിലെന്നല്ല പറയുന്നത്, ഒരു ഭിത്തിയുടെ അപ്പുറം. ഈ ഇന്നലെ നിങ്ങൾ നാളെ പറയും, ഓ ഇന്നലെ വന്നിട്ട് എന്നെ അമ്മ തള്ള തള്ളിക്കൊണ്ടിരുന്നേ, ഇപ്പൊ കാണണോ? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പേടി എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയത്തില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് 2 ഡയലോഗ് അടിച്ച് പോയാൽ ആരും എന്ത് ചെയ്യത്തില്ല, അറിയില്ല നാളെ എന്താന്ന്. പക്ഷെ സ്വന്തം കുടുംബക്കാരിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പേടി എന്റെ ഭാര്യയും എന്റെ അമ്മയും മക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രസംഗിക്കാനാണ്. കാരണം ഇവർക്ക് എന്നെ എന്ത് അറിയാം? A-to-Z അറിയാം. അവർ വന്നിട്ട് പറയും, ഈ തള്ളൊക്കെ എന്നിട്ട് ഒരു മയത്തി തള്ളണം. ഞാൻ തള്ളൊന്നും അല്ലാണ്ട് പറഞ്ഞത്. പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പേടി എന്റെ മനസ്സിൽ മുമ്പിലുണ്ട് എന്നാ പറയാം. ജീവിതം കൊണ്ട് വചനം പ്രഘോഷിക്കാനായിട്ട് ഇടയാകണം. ഞാൻ കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസത്തില് നാട്ടിലൊന്ന് പോയി. ഞാൻ ഈ അനുഭവം പറഞ്ഞത് നിങ്ങൾക്ക് ബോറിംഗ് ആണോ? എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ വചനം പറയണം, ഒരിക്കലും ജീവിതം പറയരുത്. ആ ഒരു പേടി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നാട്ടിൽ പോയി. ഈ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മസ്കറ്റ് വഴിയാണ് വരുന്നത്. മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് 11 മണിയായി. തിരിച്ച് 2:30-3 മണിക്കേ ഉള്ളൂ സറാലേക്ക് ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബദേൽ ചർച്ചിലെ അലോഷ്യസ് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പാസ്റ്റർ അവിടെ വന്നു. അദ്ദേഹം എന്നെ ദൂരെ നിന്ന് കണ്ടു. ഞാൻ കുപ്പായത്തിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് വന്നു. അപ്പൊ ഞാനിത് സ്നേഹത്തോടെ, എനിക്ക് അറിയാവുന്ന ആളാണല്ലോ, സംസാരിച്ചു. അദ്ദേഹം എപ്പോഴാവും നാട്ടിൽ നിന്ന് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത വാക്ക് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് ഒരു പുരോഹിതനായ എന്നോട് പറയുമ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? ഒന്നുമല്ലെങ്കിൽ ഞാൻ ആ കോമ്പൗണ്ടിൽ ഒരു അച്ഛനല്ലേ, എനിക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ലേ? നമ്മുടെ സെമിനാരിൽ എത്ര കൊല്ലം പഠിച്ചതാ, അറിയത്തില്ലാത്തവരോട് വചനം പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവർ, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത്, എന്നോട് സംസാരിച്ച ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയവും അതിൽ 5 മിനിറ്റ് വഴി ബാക്കി സംസാരിച്ചെല്ലാം യേശുവിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാനാണെങ്കിൽ നമ്മള് ദിനേശനോട് ചോദിക്കണം, ഞാനാണെങ്കിൽ വന്നിട്ട് അച്ഛൻ നാളെ ഇന്നലെ എവിടെ പോയി, നാളെ എവിടെയൊക്കെ പോകും എന്നൊക്കെ ഞാൻ ചോദിക്കുക. അല്ലാതെ യേശുവിനെ അറിയാമോ, എങ്ങനെയുണ്ട്, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. ശരിക്കും ഞാൻ പറഞ്ഞത്, ഇത് പറയുമ്പോൾ ഒരു കുത്ത് മനസ്സിനുള്ളിലുണ്ട്. യേശുവിനെ പ്രഘോഷിക്കേണ്ടവൻ ജീവിതത്തിൽ യേശുവിനെ പ്രഘോഷിക്കാതെ വന്നാൽ, ഞാൻ പറഞ്ഞു, ജീവിതം കൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുന്നവരായി നമ്മൾ മാറണം. ഒരു വിശുദ്ധനായ ജോൺ ബോൾ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളായിരിക്കും ഒരാളെങ്കിലും ജീവിതത്തിൽ വായിക്കുന്ന ഏക ബൈബിൾ. നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം ഒരാള് ക്രിസ്തുവിനെ തേടി വരാൻ. വർഷങ്ങൾക്ക് മുമ്പ്
തിരുവനന്തപുരം എന്ന സ്ഥലത്ത് ഒരു സഭയിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വന്നു. എന്നിട്ട് അവിടെ ബിഷപ്പിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ ഹൈന്ദവരാണ്, എന്റെ സ്നേഹിതനാണ്, ഈ ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉടനെ ബിഷപ്പ് ചോദിച്ചു, എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് ഈ മതത്തിൽ, ക്രിസ്തു മതത്തിൽ ചേരാനായിട്ടുള്ള തോന്നിയത്? ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷിക്കാരാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോ എന്റെ കൂട്ടുകാരൻ ഞാനും കൂടെ ഒരു സ്ഥലം പാട്ടത്തിനെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂട്ടുകാരൻ ഒരു രോഗം വന്നു, അവന് ശരീരം തളർന്നുപോയി. പക്ഷെ അവന്റെ കൂടെ ജോലി, അവന്റെ കൂടെ പറമ്പിൽ ഞാനാണ് കൃഷി ഇറക്കുകയും അവന് വേണ്ടി കൂടെ അധ്വാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ അവൻ ഓരോ തവണയും എന്നെ സഹായിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് വയ്യാതിരിക്കുമ്പോഴും അവൻ എന്ത് ചെയ്യുക, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന്റെ വരുമാന മാർഗങ്ങളൊക്കെ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രോഗിയായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഇതാ ഞാനും എന്റെ കുടുംബവും ഇതാ ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട്, എന്നെ സഹായിക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവൻ വിശ്വസിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാനും അവന്റെ ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ആ കുടുംബം മുഴുവനും പരിശുദ്ധ സഭയുടെ ഭാഗമായിട്ട് മാറി. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഒരു അനുഭവം കൂടെ പറയാം, ഒത്തിരി അനുഭവമായി. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞങ്ങള് ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഇതുപോലെ കുറച്ച് യൂത്ത് ഉണ്ട്. കൂടെ നിന്ന് ഒത്തിരി പിള്ളേർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരുടെ കൂടെ ഒക്കെ നടന്ന് ഭയങ്കര ഒരു ജോളിയ ടൈപ്പായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നാളും അച്ഛനൊക്കെ പറഞ്ഞ വചനമൊക്കെ ഞങ്ങൾ കേട്ടു, അച്ഛൻ പറഞ്ഞ ദൈവാനുഭവം എനിക്ക് മനസ്സിലായി, പക്ഷേ എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇനി തൊട്ട് പള്ളി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കൂടെ നടന്നവൻ നാളെ പറയാണ്, ഞാൻ ഇനി തൊട്ട് പള്ളി വരുന്നില്ല, കാരണം എനിക്ക് എന്തില്ല, ദൈവാനുഭവം ഇല്ല. പ്രിയപ്പെട്ടവരെ, കേട്ടപ്പോ ഒത്തിരി സങ്കടം തോന്നി, ഒത്തിരി ചങ്ക് തകർന്നു. കാരണം കൂടത്തിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേദനയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊരു ഉത്തരം കിട്ടിയത് ഇന്ന് ഉച്ചയ്ക്കാണ്. എന്താ അറിയോ, ദൈവാനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീയോട് ചേർന്ന് നിന്നാലേ കരിക്കട്ട എന്തായി തീരത്തുള്ളൂ, തീയായിട്ട് മാറുന്നു. നമുക്ക് ഇവിടെ ധൂപക്കുറ്റിയില്ല. അപ്പൊ ഞങ്ങൾക്കൊക്കെ ധൂപക്കുറ്റിയുണ്ട്. അപ്പം ധൂപക്കുറ്റിയിൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനകത്തോട്ട് ഒരു കരിയം ഇട്ടിട്ട് കുറച്ചു നേരം ഊതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തീക്കനല് ഈ കരിക്കട്ടയും കൂടെ എന്താക്കി മാറ്റും, തീയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവസ്നേഹമാണ് നിറഞ്ഞു കവിഞ്ഞാൽ ഉറപ്പാണ് കൂടെ നിൽക്കുന്നവരും ദൈവാനുഭവം ഉണ്ടാവും. ഇനി മാതാപിതാക്കളോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞാൽ, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും, ദൈവാനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ഞാൻ എന്നോട് പറയും, അച്ഛന്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ഇടവക്കാരുടെ ഇടയിൽ എന്തുണ്ടാകും, ഞാൻ എന്നോടാവട്ടോ, വേറെ ആരോട് പറഞ്ഞു. എനിക്കിത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പേടിയാണ്. ഓക്കെ, എന്നോട് തന്നെ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞ് കവിയണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ, സെമിനാരിയിലുള്ള കാര്യം കേട്ടോ. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എൻ്റെ കൂടെ റൂംമേറ്റ് ആയിരിക്കുന്ന ഒരു കൊച്ചുപയ്യനല്ല, അവനിപ്പോൾ അച്ഛനാണ്, ജൂനിയറായിട്ട് വന്ന ആളാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ട് ഒരിക്കലും എന്നോട് പറഞ്ഞ കമന്റ് ഇങ്ങനെയാണ്, അദ്ദേഹം കാണുമ്പോൾ എപ്പോഴും പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷെ ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ല, പക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ പയ്യൻ എൻ്റെ റൂംമേറ്റ് ആയിട്ട് വന്നപ്പോൾ കുറച്ച് നാളുകൾക്ക് 2 മാസത്തെ താമസത്തിന് ശേഷം അവന് മനസ്സിലായി, ഈ അച്ഛൻ വെറുതെ ഫുൾ തട്ടിപ്പാണ്. അതായത് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വെറുതെ ആളെ കാണിക്കാനാണ്. കാരണം എന്താ അറിയോ, അവൻ നോക്കുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പള്ളി പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ശരിയാണ്. അവൻ ആദ്യം കണ്ടോണ്ടിരുന്നത് ഈ സമയം കഴിഞ്ഞിട്ട് ഞാൻ മദ്ബഹായി കയറിപ്പോയിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നീട് അവൻ കാണുമ്പോൾ ചാപ്പിൽ ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു ശമാശനെ കണ്ടു. ഇവൻ ജീവിതത്തിൽ എന്റെ കൂടത്തിൽ എന്റെ റൂം പങ്കിടാൻ വന്നപ്പോ അവൻ കാണുന്നത് ഫുൾ ടൈം കിടന്ന് ഉറങ്ങുന്ന ഒരു അച്ഛനെ, ശമാശനെ കണ്ടേ. അവന്റെ ഫുൾ ഒരു വിഷൻ ഉണ്ടല്ലോ, അവൻ എന്നെ കുറിച്ച് ഉണ്ടായിരുന്ന എല്ലാം അവിടെ തകർന്ന് തരിപ്പണമായി.
പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ പയ്യൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, അച്ഛനെ കണ്ടിട്ട്, ശമാശനെ കണ്ടിട്ട് ബലമില്ലാത്ത 10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ നിന്നെ കാണിക്കാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിന്നെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം വന്നു, ഞാൻ എന്നാണ് ഒന്ന് നന്നാകുന്നത്, ഒരു നല്ലൊരു ഫലമൊക്കെ ഉണ്ടാകുന്നത് എന്നാണ്? പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് പറയുമ്പോൾ ഓരോ കുടുംബനാഥയൊക്കെ ഓർത്തോണം. മക്കൾ നമ്മളെ നോക്കിയിട്ട് ഡയലോഗ് അടിക്കും, അപ്പനും അമ്മയൊക്കെ ഫലമില്ലാത്ത അത്യാവശ്യമാണ്. അതൊരിക്കലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇടയാകരുത്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലം കായ്ക്കണം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ 9-ാം മണി സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഒരു ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. ഈ മുടന്തനായ മനുഷ്യന് സുഖം പ്രാപിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് എന്തെങ്കിലും സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പത്രോസിന്റെ യോഹന്നാന്റെ നേരെ കൈ നീട്ടുമ്പോ അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്വർണവും ഇല്ല, വെള്ളിയില്ല, ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിട്ട് അവരുടെ കൈ പിടിച്ച് ഒറ്റപ്പൊക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സംഭവം. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? എണീറ്റു, ദൈവത്തെ ആരാധിച്ചു, തുള്ളിച്ചാടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയി. നമ്മള് സ്വന്തമായിട്ടുള്ളതിനെ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ? 2024 ഈ ക്രിസ്മസ് കാലയളവ് ക്രിസ്തുവിനെ പകരുന്ന, ക്രിസ്തുവിനെ പങ്കുവെക്കുന്ന ഒരു കാലയളവായി മാറട്ടെ. ഞാൻ 2 ചിന്തകളാണ് നിങ്ങളോട് പറഞ്ഞത്. നീ ഒരു ചിന്തയും കൂടെ എഴുതിക്കൊണ്ട് വന്നതാണ്, പക്ഷെ സമയം നോക്കിയിട്ട് 10 മണിക്ക് അടുക്കാറായി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്നതായി കണ്ടുകൊണ്ട് 2 ചിന്തകൾ. അവരുടെ ആവശ്യങ്ങളുമായി അവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുവാൻ, പ്രത്യേകിച്ച് ആവശ്യക്കാരെ തേടി ചെന്ന് അവരെ സഹായിക്കുവാൻ ഈ നോമ്പുകാലം, പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ കാലഘട്ടം നമുക്കിടയാകട്ടെ. ക്രിസ്മസ് ഒരു വെറും ആഘോഷമല്ല, നേരെ മറിച്ച് ക്രിസ്തുവിനുള്ള ആനന്ദം അനുഭവിക്കുവാനും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുവാനും ഈ ക്രിസ്മസ് കാലഘട്ടം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കലൂടെ നിന്റെ വചനവുമായി ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ വൈദികരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലെ മുഴുവൻ മക്കളെയും, പ്രത്യേകിച്ച് ഇടവകയിലേക്ക് കടന്നു വന്ന സമീപ ഇടവകയിലെ ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭരണസമിതിക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ ക്രിസ്തീയ ക്രിസ്മസ് അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണുവാൻ ഞങ്ങൾക്കിടയാകണമേ. ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ച ഇടവക വികാരിയായിരിക്കുന്ന വിദേശച്ചനോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഇടവാംഗങ്ങളോടും പ്രത്യേകിച്ച് എല്ലാ വൈദിക സഹോദരങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കലൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയും ബലഹീനായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സലാല സെന്റ് ജോൺസ് ഇടവകയുടെ എല്ലാവിധമായ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പള്ളിക്ക് വേണ്ടി, പള്ളി മാനേജിംഗ് കമ്മിറ്റി